ഒമാനിലെ പണപ്പെരുപ്പ നിരക്ക് പ്രതീക്ഷിച്ച രീതിയിലെന്ന് സാമ്പത്തിക മന്ത്രാലയം. ഒമാനിൽ ഡിജിറ്റൽ പരിവർത്തനം വേഗത്തിലാക്കാൻ മന്ത്രിസഭായോഗ തീരുമാനം. ഒമാൻ ഗ്ലോബൽ ഫിനാൻഷ്യൽ സെന്റർ രൂപവൽക്കരിക്കാൻ അനുമതി. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി. ഒമാനിലെ പണപ്പെരുപ്പ നിരക്ക് പ്രവചിക്കപ്പെട്ട രീതിയിലെന്ന് സാമ്പത്തിക മന്ത്രാലയം. 2025 ജനുവരി മുതൽ നവംബർ വരെ ഉപഭോക്തൃവില സൂചികയിലെ ശരാശരി പണപ്പെരുപ്പം 0.94% രേഖപ്പെടുത്തി. ആഭ്യന്തര പണപ്പെരുപ്പം നിശ്ചിത പരിധിക്കുള്ളിൽ തുടരുന്നുണ്ടെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ആഗോള വ്യാപാര നയങ്ങളിലെ മാറ്റങ്ങളും തീരുവ വർധനയും മൂലം അനിശ്ചിതത്വങ്ങൾ നിലനിൽക്കുമ്പോഴും ആഗോള പണപ്പെരുപ്പവുമായി ബന്ധപ്പെട്ട സമ്മർദ്ദങ്ങൾ താരതമ്യേന നിയന്ത്രിതമായ തോതിലാണുള്ളത്. 10ാം പഞ്ചവത്സര പദ്ധതി കാലയളവിൽ പണപ്പെരുപ്പം നിയന്ത്രിക്കാൻ 2021 മുതൽ സർക്കാർ സ്വീകരിച്ച മുൻകരുതൽ നടപടികൾ ഫലം കണ്ടതായി മന്ത്രാലയം ചൂണ്ടിക്കാട്ടി. ഭക്ഷ്യവസ്തുക്കൾക്കും അവശ്യ സേവനങ്ങൾക്കും കൃത്യമായ പിന്തുണ നൽകിയത് ഇറക്കുമതി പണപ്പെരുപ്പത്തിന്റെ ആഘാതത്തിൽ നിന്ന് പ്രാദേശിക വിപണികളെ സംരക്ഷിക്കുകയും സാമ്പത്തിക വളർച്ച, ക്രയശേഷി, ജീവിത നിലവാരം എന്നിവ നിലനിർത്താനും സഹായിച്ചു. മിതമായ പണപ്പെരുപ്പം നിലനിർത്തിയത് ധനനയ ഇളവുകളോടൊപ്പം സാമ്പത്തിക വ്യാപനത്തിനും കരുത്തായി. പലിശ നിരക്കുകൾ കുറഞ്ഞതോടെ ആഭ്യന്തര ആവശ്യകത വർദ്ധിക്കുകയും ദ്രവ്യത മെച്ചപ്പെടുകയും വ്യവസായം, നിർമ്മാണം, ഖനനം, ഗതാഗതം തുടങ്ങിയ പ്രധാന മേഖലകളിലേക്കുള്ള നിക്ഷേപം ഊർജിതമാക്കുകയും ചെയ്തതായി മന്ത്രാലയം വ്യക്തമാക്കി. രാജ്യത്ത് ഡിജിറ്റൽ പരിവർത്തനം വേഗത്തിലാക്കാനും സർക്കാർ സേവനങ്ങളിൽ AI ഉപയോഗം വിപുലീകരിക്കാനും മന്ത്രിസഭയുടെ പിന്തുണ. മസ്കത്തിൽ അൽ ആലം കൊട്ടാരത്തിൽ സുൽത്താൻ ഹൈതം ബിൻ താരിഖിന്റെ അധ്യക്ഷതയിൽ ചൊവ്വാഴ്ച ചേർന്ന മന്ത്രിമാരുടെ കൗൺസിൽ യോഗത്തിലാണ് തീരുമാനം. സർക്കാർ സേവനങ്ങളുടെ നിലവാരം മെച്ചപ്പെടുത്തുന്നതിനായി സർക്കാർ ഡിജിറ്റൽ പരിവർത്തന പരിപാടി വേഗത്തിലാക്കേണ്ടതിന്റെ ആവശ്യകത മന്ത്രിസഭ ഊന്നി പറഞ്ഞു. വിവിധ സർക്കാർ സ്ഥാപനങ്ങൾ തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തിയും ചുമതലകളിലെ ഏകോപനം ഉറപ്പാക്കിയുമാണ് ഇത് സാധ്യമാകുക. പൊതുജനങ്ങൾക്ക് സർക്കാർ സേവനങ്ങൾ ലഭ്യമാക്കുന്ന കേന്ദ്രീകൃത പോർട്ടൽ സ്ഥാപിക്കേണ്ടതിന്റെ പ്രാധാന്യവും മന്ത്രിസഭ ചൂണ്ടിക്കാട്ടി. സേവനങ്ങളിലേക്കുള്ള പ്രവേശനം ലളിതമാക്കുക, ഉപയോക്തൃ അനുഭവം മെച്ചപ്പെടുത്തുക, വിവിധ സർക്കാർ യൂണിറ്റുകൾ തമ്മിലുള്ള ഏകോപനം ശക്തിപ്പെടുത്തുക എന്നിവയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. കൂടാതെ പോർട്ടലിന്റെ വികസനത്തിൽ നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യകളുടെ സാധ്യത ഉപയോഗപ്പെടുത്തേണ്ടതുണ്ടെന്നും മന്ത്രിമാർ അഭിപ്രായപ്പെട്ടു. അന്താരാഷ്ട്ര നിക്ഷേപം ആകർഷിക്കുകയും മൂലധന വിപണികളെ കൂടുതൽ ശക്തമാക്കുകയും ചെയ്യുന്നതിനായി ഒമാൻ ഗ്ലോബൽ ഫിനാൻഷ്യൽ സെന്റർ സ്ഥാപിക്കാൻ മന്ത്രിസഭ അനുമതി നൽകി. പ്രാദേശികവും ആഗോളവുമായ മൂലധന വിപണികളിൽ ഒമാന്റെ പങ്ക് ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ പുതിയ സാമ്പത്തിക കേന്ദ്രം രൂപവൽക്കരിക്കാനാണ് തീരുമാനം. സുൽത്താൻ ഹൈതം ബിൻ താരിഖിന്റെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് രാജ്യത്തെ നിക്ഷേപ അന്തരീക്ഷം മെച്ചപ്പെടുത്താനും ദീർഘകാല സാമ്പത്തിക വൈവിധ്യവൽക്കരണം ശക്തിപ്പെടുത്താനും ലക്ഷ്യമിട്ട നടപടികൾക്ക് അംഗീകാരം നൽകിയത്. പുതിയ കേന്ദ്രം നിയമനിർമ്മാണ, ഭരണ നിയന്ത്രണ രംഗങ്ങളിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കും. ആഗോള മാനദണ്ഡങ്ങളോട് ചേരുന്ന ആധുനിക സാമ്പത്തിക നിയമ ചട്ടക്കൂടിലാണ് കേന്ദ്രം പ്രവർത്തിക്കുക. ദീർഘകാല സാമ്പത്തിക വൈവിധ്യവൽക്കരണ തന്ത്രത്തിന്റെ ഭാഗമായാണ് ഗ്ലോബൽ ഫിനാൻഷ്യൽ സെന്റർ രൂപവൽക്കരിക്കപ്പെടുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ സംഘർഷങ്ങൾ കൂടുതൽ രൂക്ഷമാകുന്നത് തടയുന്നതിനും സാധാരണ ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കുന്നതിനുമായി എല്ലാ കക്ഷികളും നിയന്ത്രണം പാലിച്ച് സംവാദത്തിന് മുൻഗണന നൽകണമെന്ന് മന്ത്രിസഭ ആഹ്വാനം ചെയ്തു. അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും നിലനിർത്തുന്നതിനുള്ള ഐക്യരാഷ്ട്രസഭയുടെ ശ്രമങ്ങൾക്ക് ഒമാൻ പിന്തുണ തുടരുമെന്നും തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് സംവാദവും സഹകരണവും പ്രധാന മാർഗങ്ങളായി സ്വീകരിക്കണമെന്നും മന്ത്രിസഭ ചൂണ്ടിക്കാട്ടി. സ്ഥിരതയും സുരക്ഷയും സാധാരണ ജനങ്ങളുടെ സംരക്ഷണവും ഉറപ്പാക്കുന്ന സമീപനമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് എന്ന് ഒമാൻ നയം വ്യക്തമാക്കി. പ്രാദേശികവും അന്താരാഷ്ട്രീയവുമായ സംഭവവികാസങ്ങൾ അവലോകനം ചെയ്യുന്നതിനിടെ നല്ല അയൽബന്ധം, അനുകൂല നിഷ്പക്ഷത, മറ്റ് രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാതിരിക്കൽ തുടങ്ങിയ ഒമാന്റെ ദീർഘകാല വിദേശ നയ തത്വങ്ങൾ മന്ത്രിമാർ ഊന്നി പറഞ്ഞു. ഇതോടുകൂടി ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്.